ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കേരളമെമ്പാടുമുള്ള വിദ്യാർത്ഥികളുടെയും ജനങ്ങളുടെയും ഇടയിലേക്ക് ബ്രില്യൻ സ്റ്റഡി സെന്റർ ഒരു പോസ്റ്റ് ഇടുകയാണ്. അത് മറ്റൊന്നുമായിരുന്നില്ല, ഞങ്ങളുടെ അടുത്ത വീഡിയോ ഏതാകണം, ആഡ് യുവർ തോട്ട്സ് ഇൻ കമൻറ്റ് ബോക്സ് എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. നിരവധി വിദ്യാർത്ഥികളും മാതാപിതാക്കളുമാണ് ഒരുപാട് കമൻസുകൾ അതിലിട്ടിരുന്നത്. അപ്പോൾ ആ കമൻറ്റുകൾക്കൊക്കെ മറുപടി നൽകുക എന്നതാണ് ഇന്നത്തെ നമ്മുടെ പ്രധാന ലക്ഷ്യം. നമ്മോടൊപ്പം വിദ്യാർത്ഥികളുടെയൊക്കെ എൻട്രൻസ് മേഖലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതുപോലെ കരിയറുമൊക്കെയായി ബന്ധപ്പെട്ട ആശങ്കകൾക്ക് സംശയങ്ങൾക്കൊക്കെ ഏറ്റവും ആധികാരികമായി മറുപടി നൽകുന്ന ശിവൻ സാറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ശിവൻ സാർ. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ കമൻസിലേക്ക് കിടക്കാം സാർ. യെസ്, അപ്പോൾ ഫസ്റ്റ് കമൻറ്റ് വന്നിരിക്കുന്നത് ബെസ്റ്റ് കോളേജസ് ത്രൂ CUET. നമുക്കറിയാം കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം 2023 ഈ എക്സാം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ 52ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, സ്വകാര്യ മേഖലയിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെയാണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തത്. ഏതാണ്ട് 1000-ലധികം അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ് ഇന്ന് വിദ്യാർത്ഥികൾക്ക് ഈ ഒരൊറ്റ എക്സാമിലൂടെ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഏതൊരു വിദ്യാർത്ഥിക്ക് ഏതൊരു തരത്തിലുള്ള പാഷൻ ഉണ്ടെങ്കിലും, ഏതൊരു തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിലും, ഏതൊരു തരത്തിലുള്ള ആഗ്രഹമുണ്ടെങ്കിലും അതിന് തക്ക പ്രോഗ്രാമുകളാണ് CUET വഴി പ്രവേശനം നേടാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രാധാന്യം നമ്മൾ +1 +2 ഏത് സബ്ജക്റ്റ് പഠിച്ചോ, എന്തുമാവട്ടെ, സയൻസോ ആർട്സോ ലാംഗ്വേജോ ഏത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും ആ പഠിച്ച സബ്ജക്റ്റ് വെച്ച് നമുക്ക് പരീക്ഷ എഴുതി നമുക്കിഷ്ടമുള്ള പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ തേടി പോകാം. അതാണ് CUET. ICARൻ്റെ ഒക്കെ ഏറ്റവും നല്ല പ്രോഗ്രാമുകളെല്ലാം CUET വഴി തന്നെയാണ്. CUETയുടെ നമുക്കൊരു യൂണിവേഴ്സിറ്റിക്കാണ് നമുക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. ആ യൂണിവേഴ്സിറ്റിയുമായിട്ട് നിൽക്കുന്ന അറ്റാച്ച് ചെയ്ത കോളേജുകളിൽ അതിന് ശേഷമാണ് നമുക്ക് പ്രവേശനം നേടാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാമിൽ മറ്റൊരു മറുപടി ഇല്ലാത്ത യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റി തന്നെയാണ്. ഒന്നാമത്തെ യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് സയൻസ് സബ്ജക്റ്റുകൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, അല്ലെ BCom, അല്ലെ എക്കണോമിക്സ്, ലാംഗ്വേജ്, ഫോറിൻ ലാംഗ്വേജ്, ഏത് വിഷയമാവട്ടെ ഒന്നാം സ്ഥാനം നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് തന്നെ തീർച്ചയായിട്ടും കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതേ സമാന്തര സ്വഭാവമുള്ള നമുക്കറിയാം ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, തമിഴ്നാട് യൂണിവേഴ്സിറ്റി, കർണാടക യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ലാംഗ്വേജ് പഠിക്കാനായിട്ടുള്ള ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി, അങ്ങനെ ധാരാളം യൂണിവേഴ്സിറ്റികൾ നമുക്ക് CUETയിൽ നിന്ന് നേരിട്ട് പ്രവേശനം നേടാനായിട്ട് സാധിക്കും. BSc അഗ്രികൾച്ചറിന് ICARൻ്റെ നേരിട്ടുള്ള 6 ക്യാമ്പസുകളിലടക്കം BSc അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, സെറികൾച്ചർ, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, അങ്ങനെയുള്ള 11 പ്രോഗ്രാമുകളിലേക്കും CUETയുടെ സബ്ജക്റ്റിൽ പരീക്ഷ എഴുതി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അല്ലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പരീക്ഷ എഴുതിയിട്ടാണ് നമ്മൾ ICARൻ്റെ യൂണിവേഴ്സിറ്റിയിലും പ്രവേശനം നേടുന്നത്. വിദ്യാർത്ഥികൾ ഏറ്റവും അധികം ആദ്യം അഡ്മിഷൻ എടുക്കുന്നത് തീർച്ചയായിട്ടും ICARൽ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഏതാണ്ട് 250-ൽ പരം യൂണിവേഴ്സിറ്റികൾ, 3 ലക്ഷത്തിൽ പരം അണ്ടർ ഗ്രാജുവേഷൻ സീറ്റുകൾ, 1000-ൽ പരം കോഴ്സുകൾ. അപ്പോൾ ഇന്ന് +2-ന് ശേഷം ഒരു വിദ്യാർത്ഥിക്ക് ഏത് മേഖലയിലോട്ടും സ്വപ്നം കാണാൻ സാധിക്കുന്ന ഒരു പ്രവേശന പരീക്ഷയാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം. സാർ, അടുത്തും കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയുള്ളൊരു ചോദ്യമാണ്, പ്രൊസീജിയേഴ്സ് ഫോർ ഗെറ്റിംഗ് ഇൻ ടു ആയുർവേദ മെഡിക്കൽ കോളേജ്. നമുക്ക് ആയുർവേദത്തിന് BAMSനും BHMSനും പരീക്ഷ നീറ്റ് തന്നെയാണ്. എല്ലാ വർഷവും നടക്കുന്ന നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് എക്സാമിൻ്റെ സ്കോറിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് BAMSനും BHMSനും അഡ്മിഷൻ കിട്ടുന്നത്. കേരളത്തിൽ നമുക്കറിയാം 6 ഗവൺമെൻറ് ആയുർവേദ കോളേജുകളാണ് നമുക്കുള്ളത്, 10ഓളം സ്വകാര്യ ആയുർവേദ കോളേജുകളും. ഇന്ത്യയിൽ ഒന്നാകെ ഏതാണ്ട് 50ഓളം ഗവൺമെൻറ് കോളേജുകളും ഡീംഡ് കോളേജുകളും ഒക്കെയാണ് ഉള്ളത്. അതിൽ കേരളത്തിലുള്ള കോളേജുകളുടെ 85% സീറ്റുകളും കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് പ്രവേശനം നേടുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നീറ്റ് 2025 കഴിഞ്ഞു. ഇനി ജൂൺ 15ഓടുകൂടി നീറ്റ് 2025 റാങ്ക് വരുന്നു. ജൂലൈ ആദ്യത്തെ ആഴ്ച കേരള മെഡിക്കൽ റാങ്ക് വരുന്നു. നീറ്റ് മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി കേരള മെഡിക്കൽ റാങ്ക് വരുന്നു. ഏതാണ്ട് ആഗസ്റ്റ് ആദ്യത്തെ ആഴ്ച MBBS BDSൻ്റെ ഒരു അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് CEE.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് 6 ഗവൺമെൻറ് ആയുർവേദ കോളേജുകളും 10 സ്വകാര്യ ആയുർവേദ കോളേജുകൾക്കും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതും നമുക്ക് സീറ്റ് കിട്ടുന്നതുമൊക്കെ. അങ്ങനെ 4 അലോട്ട്മെൻറ്റുകളിലൂടെയാണ് കേരളത്തിൽ ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും ആയുർവേദത്തിന് പ്രവേശനം കിട്ടുന്നത്. ഗവൺമെൻറ് മേഖലയിൽ ആയുർവേദത്തിന് 10,000 രൂപ ഫീസും സ്വകാര്യ മേഖലയിൽ 2 ലക്ഷം രൂപയുമാണ് കേരളത്തിൽ ഫീസ്. ഇത് കൂടാതെ തന്നെ ഇന്ത്യയിലുള്ള മുഴുവൻ ഗവൺമെൻറ് ആയുർവേദ കോളേജുകളിലെ 15% സീറ്റുകളും ഡീംഡ് ആയുർവേദ കോളേജുകളിലെ 100% സീറ്റുകളും ആയുഷ് കൗൺസിലിംഗ് വഴിയാണ് കിട്ടുന്നത്. അടിസ്ഥാനം നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് തന്നെ.
അതും MCCയുടെ സൈറ്റിലെ MBBS BDSൻ്റെ റൗണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആയുഷിൻ്റെ വെബ്സൈറ്റിലാണ് BAMS BHMS BUMS BSMS സിദ്ധയും യുനാനിയും ആയുർവേദത്തിന് ഹോമിയോയുടെയും കൂടി ഈ 4 കോഴ്സുകൾക്കാണ് ആയുഷ് കൗൺസിലിംഗ് നടത്തുന്നത്. അത് ഇന്ത്യയിലുള്ള മുഴുവൻ ആയുർവേദത്തിന് വേണ്ടിയിട്ട്. അത് സെപ്പറേറ്റ് തന്നെ AACCC.NIC.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ആയുഷ് കൗൺസിലിംഗ് നടക്കുന്നത്. അവിടെ കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനത്തെയും ഗവൺമെൻറ് ആയുർവേദ കോളേജുകൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. അമൃത പോലെയുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികൾക്കും ആയുർവേദത്തിന് കോഴ്സുകൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. സർ, അടുത്തും കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. വീഡിയോ അബൌട്ട് BHMS, BAMS, BUMS ആൻഡ് ലാസ്റ്റ് കട്ട് ഓഫ് 2025 എക്സ്പെക്ടേഷൻസ്. നമ്മളിപ്പോൾ പറഞ്ഞു ഈ പറഞ്ഞ പ്രോഗ്രാമുകൾക്കെല്ലാം 2 രീതിയിലാണ് അലോട്ട്മെൻറ്റ്. ഒന്ന് കേരള മെഡിക്കൽ റാങ്ക് അനുസരിച്ചും മറ്റൊന്ന് ആയുഷ് കൗൺസിലിങ്ങിൻ്റെ ഓൾ ഇന്ത്യ റൗണ്ട് കൗൺസിലിംഗ് അനുസരിച്ചാണ് പ്രവേശനം കിട്ടുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ കേരളത്തിൽ ഗവൺമെൻറ് ആയുർവേദത്തിന് നമുക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ കേരള മെഡിക്കൽ റാങ്ക് ഏതാണ്ട് 10,000-12,000 റേഞ്ചിലാണ് ഒരു ജനറൽ വിഭാഗത്തിനൊക്കെ പ്രവേശനം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നീറ്റ് 2024 ഏതാണ്ട് 570-550 മാർക്ക് വരെയുള്ളവർക്കാണ് 2024 മാർക്ക് അനുസരിച്ച് പ്രവേശനം കിട്ടിയത്. 2025 നമ്മളതൊരു 440-450 മാർക്കൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് 10,000 കേരള മെഡിക്കൽ റാങ്ക് വരുന്നതായിട്ട്. ഇനി സ്വകാര്യ മേഖലയുള്ള ആയുർവേദത്തിന് ഏതാണ്ട് 25,000-30,000 കേരള മെഡിക്കൽ റാങ്ക് വരെയുള്ളവർക്ക് 2 ലക്ഷം രൂപയുടെ വാർഷിക ഫീസിൽ കിട്ടും. 10ഓളം സ്വകാര്യ ആയുർവേദ കോളേജുകളിൽ ഇപ്പോൾ പങ്കജകസ്തൂരി അല്ലെങ്കിൽ അഹല്യ, നങ്ങേലി, അഷ്ടാംഗം അങ്ങനെയുള്ള ആയുർവേദ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ 2 ലക്ഷം രൂപ വാർഷിക ഫീസിൽ 25,000-30,000 കേരള മെഡിക്കൽ റാങ്ക് വരെ ഉറപ്പായിട്ടും പ്രവേശനം ലഭിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്തോളം ഒരു 300-350 മാർക്കാണെങ്കിലും തീർച്ചയായിട്ടും പ്രവേശനം ലഭിക്കും. ഓൾ ഇന്ത്യ ലെവലിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഗവൺമെൻറ് സീറ്റ് കിട്ടാനുള്ള ഗവൺമെൻറ് ആയുർവേദ സീറ്റ് കിട്ടാനുള്ള 1 ലക്ഷം 1.5 ലക്ഷം ഓൾ ഇന്ത്യ റാങ്ക് വരെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പ്രവേശനം കിട്ടിയിട്ടുണ്ട്. അത് 4 ലക്ഷവും 5 ലക്ഷവും ഓൾ ഇന്ത്യ റാങ്ക് ആണെങ്കിലും ഡീംഡ് കോളേജുകളിൽ BAMSനും ഈ പറയുന്ന BUMS, BSMS അങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്കെല്ലാം പ്രവേശനം ലഭിക്കുന്നതാണ്. സർ, അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ സാധിക്കുക അബൌട്ട് BDS അഡ്മിഷൻ ആൻഡ് സ്ട്രേ വേക്കൻസി ഡീറ്റെയിൽസ്. BDS അഡ്മിഷൻ നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ 2-3 രീതിയിൽ നമുക്ക് നോക്കാൻ സാധിക്കും. ഒന്ന്, കേരളത്തിലെ ഗവൺമെൻറ് മേഖല. കേരളത്തിലെ 5 കോളേജുകളിലാണ് BDSന് ഗവൺമെൻറ് മേഖലയിൽ പ്രവേശനമുള്ളത്. BDSന് 20ഓളം കോളേജുകളിലാണ് സ്വകാര്യ മേഖലയിൽ BDSന് പ്രവേശനം ലഭിക്കുന്നത്. സ്വകാര്യ മേഖലയിൽ 3,30,000 രൂപയുടെ 85% സീറ്റുകളും 5 ലക്ഷം രൂപയുടെ NRI സീറ്റുകളുമാണ് കേരളത്തിൽ BDSനുള്ളത്. അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ കർണാടക, ആന്ധ്ര, തെലങ്കാനയിലൊക്കെ BDSന് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട്. അത് അതാത് സ്റ്റേറ്റുകൾ വഴി അപ്ലൈ ചെയ്യണം. പിന്നീടുള്ളത് ഓൾ ഇന്ത്യ തലത്തിൽ ഗവൺമെൻറ് BDS, ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റ് വഴിയുള്ള ഗവൺമെൻറ് BDS സീറ്റുകൾ. പിന്നെയുള്ളത് ഡീംഡ് കോളേജുകളിലെ BDS സീറ്റുകളും അവിടുത്തെ NRI സീറ്റുകളും. ഇതിലൊക്കെ എങ്ങനെയാണ് പ്രവേശനം നേടേണ്ടത് നമുക്ക് നോക്കാം. ആദ്യം കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് വഴി ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി 4 റൗണ്ട് കൗൺസിലിങ്ങിൽ ഗവൺമെൻറ് BDSന് ഈ പറയുന്ന 5 കോളേജുകളിലും 20 സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും നമുക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. 4 ഘട്ട അലോട്ട്മെൻറ്റുകളാണുള്ളത്. ആദ്യത്തെ 3 റൗണ്ടിലും നമ്മൾ BDSന് ഓപ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും 4ാം ഘട്ടത്തിൽ വേക്കൻസി ഉള്ള കോളേജിലേക്ക്, അതാണ് സ്ട്രേ വേക്കൻസി എന്ന് ചോദിച്ചിരിക്കുന്നത്, സ്ട്രേ വേക്കൻസിക്ക് മാത്രമായിട്ടും BDSന് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സ്വകാര്യ മേഖലയിലും ഇതുപോലെ തന്നെ 4 റൗണ്ട് കൗൺസിലിംഗ് ആണ് ഒരുമിച്ച് നടക്കുന്നത്. ഇനി ഓൾ ഇന്ത്യ തലത്തിൽ കേരളത്തിൽ ഉൾപ്പെടെ കേരളത്തിന് പുറത്തുള്ള ഗവൺമെൻറ് BDS സീറ്റിന് പ്രവേശനം കിട്ടണമെങ്കിൽ MCC.NIC.in എന്ന വെബ്സൈറ്റ് വഴി ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴിയാണ് ഗവൺമെൻറ് BDSന് കേരളത്തിന് പുറത്ത് കിട്ടുന്നത്. അതിന് ഏതാണ്ട് 75,000 ഓൾ ഇന്ത്യ റാങ്ക് വരെയാണ് കഴിഞ്ഞ വർഷം പ്രവേശനം ലഭിച്ചത്. അതിനും 4 റൗണ്ട് ഓൺലൈൻ കൗൺസിലിംഗ് ആണ്. 4ാമത്തെ റൗണ്ടിന് മാത്രമായിട്ട് രജിസ്റ്റർ ചെയ്യുകയും ഗവൺമെൻറ് BDS സീറ്റ് കൊടുക്കുകയും ചെയ്യാം. ഈ റാങ്കുള്ളവർക്ക് മാത്രമേ കൊടുക്കാവൂ എന്നുള്ളതല്ല, കഴിഞ്ഞ വർഷം കിട്ടിയിരിക്കുന്നത് ഈ റാങ്ക് വരെയുള്ളവർക്കെന്നാണ് നമ്മളിവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. പിന്നീട് ഡീംഡ് കോളേജുകളിലെ BDS, അമൃത, മണിപ്പാൽ, എനപ്പോയ പോലെയുള്ള ഡീംഡ് കോളേജുകളിലെ BDSനും MCC.NIC.in എന്ന വെബ്സൈറ്റ് വഴി 2 ലക്ഷം രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് 4 റൗണ്ടിലും ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വളരെ കുറഞ്ഞ മിനിമം മാർക്കാണെങ്കിൽ പോലും BDSന് ഈ ഉയർന്ന കോളേജുകളിൽ പ്രവേശനം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
മറ്റുള്ള സ്റ്റേറ്റുകളിൽ കർണാടക, ആന്ധ്ര, തെലങ്കാന, തമിഴ്നാട് പോലുള്ള കോളേജുകളിലെ BDSന് 3 ലക്ഷം മുതൽ 5 ലക്ഷം രൂപയാണ് വാർഷിക ഫീസ്. അതാത് സ്റ്റേറ്റുകളിൽ സെപ്പറേറ്റ് അപേക്ഷിക്കേണ്ടതാണ്. സർ, അടുത്തൊരു ചോദ്യം BDS കട്ട് ഓഫിനെ കുറിച്ചാണ്. കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളിലെ BDSന് കഴിഞ്ഞ തവണ 4500 കേരള മെഡിക്കൽ റാങ്ക് വരെയാണ് പ്രവേശനം ലഭിച്ചതെങ്കിൽ ഓൾ ഇന്ത്യ തലത്തിൽ 75,000 റാങ്ക് വരെയുള്ളവർക്ക് ഗവൺമെൻറ് BDS സീറ്റ് പ്രവേശനം ലഭിച്ചു. 3,30,000 രൂപ വാർഷിക ഫീസുള്ള സ്വകാര്യ മേഖലയിലെ BDS സീറ്റ് കേരളത്തിൽ 30,000, 32,000 കേരള മെഡിക്കൽ റാങ്ക് ആണെങ്കിലും, അതായത് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും സെൽഫ് ഫിനാൻസിങ് BDSന് പ്രവേശനം ലഭിക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഡീംഡ് മേഖലയിലും വളരെ കുറഞ്ഞ മാർക്കാണെങ്കിലും പ്രവേശനം ലഭിക്കും. സർ, അടുത്തൊരു പ്രേക്ഷകരുടെ ചോദ്യം എന്ന് പറയുന്നത് എയിംസ് BSc നഴ്സിംഗ് എക്സാം പ്രൊസീജിയർ, ഡോക്യുമെന്റ് ആൻഡ് ഡ്രസ് കോഡ് എക്സെട്ര. നമുക്ക് എയിംസ് BSc നഴ്സിംഗിൻ്റെ പരീക്ഷ ജൂൺ 1-ാം തീയതിയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും കേരളത്തിന് പുറത്തൊക്കെ വെച്ചിട്ടാണ് ഓൺലൈനായിട്ട് എക്സാം നടക്കുന്നത്. നമുക്കറിയാം ഏതാണ്ട് 16ഓളം എയിംസിൻ്റെ കോളേജുകളിലെ BSc നഴ്സിംഗ് പ്രവേശനം 1600ഓളം സീറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രവേശന പരീക്ഷ നടക്കുന്നത്. 500 രൂപ മാത്രം വാർഷിക ഫീസുള്ള ഏറ്റവും മികച്ച പ്രൊഫഷണൽ കോളേജുകളിൽ BSc നഴ്സിംഗ് പ്രവേശനം ലഭിക്കുമെന്നുള്ളതാണ് എയിംസ് BSc നഴ്സിംഗിൻ്റെ പ്രത്യേകത. എല്ലാവരുടെ വെബ്സൈറ്റിലും ഈ വർഷത്തെ പ്രവേശന പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡുകൾ ലഭ്യമായിട്ടുണ്ട്. അഡ്മിറ്റ് കാർഡും വാലിഡ് ID പ്രൂഫുമായിട്ടാണ് പരീക്ഷയ്ക്ക് പോകേണ്ടത്. നമുക്കറിയാം പ്രത്യേകിച്ച് ഒരു ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് നീറ്റ് എക്സാം പോലെ പ്രത്യേകിച്ച് ഡ്രസ് കോഡുകളൊന്നുമില്ല. എന്നാലും ആഭരണങ്ങൾ, വാച്ചുകൾ അങ്ങനെയുള്ളതെല്ലാം പൂർണ്ണമായും ഒഴിവാക്കി ഏറ്റവും നല്ല ഡ്രസ്സിൽ എക്സാം എഴുതാൻ പോകാം. പ്രത്യേകിച്ച് ഡ്രസ് കോഡുകളൊന്നും എയിംസ് BSc നഴ്സിംഗ് പറയുന്നില്ല. BSc നഴ്സിംഗിൻ്റെ റിസൾട്ട് ഏതാണ്ട് ജൂൺ 15 തന്നെ വരികയും ജൂൺ 20 തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എയിംസിൻ്റെ വെബ്സൈറ്റിൽ ആരംഭിക്കുകയും ചെയ്യും. ഈ 16 മെഡിക്കൽ കോളേജുകളെ എയിംസ് ഡൽഹി, ഭുവനേശ്വർ, ഭോപ്പാൽ, ജോധ്പൂർ, ഋഷികേശ് അങ്ങനെ BSc നഴ്സിംഗിൻ്റെ എല്ലാ കോളേജുകളിലും പ്രവേശനത്തിന് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ കോളേജുകളിലും 2 റൗണ്ട് കൗൺസിലിംഗ്, മൂന്നാമതായിട്ട് ഓപ്പൺ കൗൺസിലിംഗ് സ്ട്രേ വേക്കൻസി ആയിട്ട് നടക്കുകയും ചെയ്യും. അതിൽ ആദ്യത്തെ 2 റൗണ്ട് കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രാവശ്യം ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനാണ് അവസരം ഉണ്ടാവുക. ജൂൺ അവസാനത്തെ ആഴ്ചയായിരിക്കും അത് ഉണ്ടാവുക. അങ്ങനെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് നമ്മളുടെ റാങ്കിനനുസരിച്ച് പ്രവേശനം ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് നമ്മൾ അതാത് എയിംസിൻ്റെ കോളേജുകളിൽ നേരിട്ടെത്തി പ്രവേശനം നേടേണ്ടതാണ്. അങ്ങനെ പ്രവേശനം നേടിയവരിൽ നിന്നും മിച്ചം വരുന്ന സീറ്റുകളിലേക്ക് ആദ്യത്തെ ഓപ്ഷൻ തന്നെ പരിഗണിച്ച് രണ്ടാമതൊരു അലോട്ട്മെൻറ്റ് കൂടി നടത്തുകയും ആ പ്രവേശന രീതിയിലും എല്ലാവരും നേരിട്ട് അഡ്മിഷൻ എടുക്കണം. അതിനുശേഷം MBBSൻ്റെയും BDSൻ്റെയും മറ്റു കോഴ്സുകളുടെയൊക്കെ അലോട്ട്മെൻറ്റ് തീരുന്ന മുറയ്ക്ക് സെപ്റ്റംബർ അവസാനത്തോടുകൂടി ഓപ്പൺ സ്ട്രേ വേക്കൻസി റൗണ്ട് മൂന്നാമത്തെ റൗണ്ടായിട്ട് നടത്തുകയും ഒഴിവുള്ള വേക്കൻസികളിലോട്ട് വീണ്ടും ഓപ്ഷൻ ക്ഷണിക്കുകയും ചെയ്യും. സർ, അടുത്തൊരു പ്രേക്ഷകന്റെ ചോദ്യം എയിംസ് BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസ് നീറ്റ് കട്ട് ഓഫ് ഇൻ ജിപ്മ. നമുക്ക് കേരളത്തിലെ BSc നഴ്സിംഗും അലൈഡ് കോഴ്സുകളും, അതായത് BSc നഴ്സിംഗ്, ഫിസിയോതെറാപ്പി, MLT, ഒക്യുപേഷണൽ തെറാപ്പി പോലെയുള്ള 11 പ്രോഗ്രാമുകൾക്ക് നമുക്കറിയാം +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ LBS സെൻറ്റർ വഴിയാണ് പ്രവേശനം. അതിന് പ്രത്യേകിച്ച് പ്രവേശന പരീക്ഷയില്ല. ഇപ്പോൾ അപേക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു. LBSൻ്റെ വെബ്സൈറ്റ് വഴിയാണ് കേരളത്തിലെ BSc നഴ്സിംഗും അനുബന്ധ കോഴ്സുകൾക്കും പ്രവേശനം ലഭിക്കുന്നത്. എന്നാൽ ജിപ്മറിൽ BSc നഴ്സിംഗിനും പാരാമെഡിക്കൽ പ്രോഗ്രാമുകൾക്കും നീറ്റ് 2025 ഓൾ ഇന്ത്യ റാങ്കാണ് ഉപയോഗിക്കുന്നത്. BSc നഴ്സിംഗിന് ജിപ്മറിൽ ആകെ 95 സീറ്റുകളുള്ളതിൽ 9 സീറ്റുകൾ ആൺകുട്ടികൾക്കും ബാക്കിയുള്ള സീറ്റുകൾ പെൺകുട്ടികൾക്കുമായിട്ട് മാറ്റിവെച്ചിരിക്കുന്നു. ബാക്കിയുള്ള പ്രോഗ്രാമുകൾക്കും നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ മാസത്തിൽ പ്രത്യേകം അപേക്ഷ jipmar.edu.in എന്ന വെബ്സൈറ്റ് വഴി ക്ഷണിക്കുകയും നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് പ്രവേശനം നേടുകയും ചെയ്യും. നീറ്റ് 2024 500 മാർക്കിന് മുകളിലുള്ളവർക്കെല്ലാം BSc നഴ്സിംഗിന് പ്രവേശനം ലഭിച്ചതായിട്ടാണ് മനസ്സിലാകുന്നത്. മറ്റു കോഴ്സുകൾക്ക് അതിലും കുറഞ്ഞ മാർക്ക് മാത്രം മതിയായിരുന്നു. എന്നാൽ RAK, മൗലാന, സെൻറ് തോമസ്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പോലെയുള്ള BSc നഴ്സിംഗിന് mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി ഓൾ ഇന്ത്യ തലത്തിലുള്ള ഓപ്ഷനിൽ പങ്കെടുക്കുകയാണ് ചെയ്യേണ്ടത്. ജൂലൈ മുതൽ ആരംഭിക്കുന്ന ഓൾ ഇന്ത്യ കോട്ട MBBS BDSൻ്റെ കൂടെയാണ് ഞാൻ ഈ പറഞ്ഞ BSc നഴ്സിംഗിൻ്റെ ഓപ്ഷനുകളും ക്ഷണിക്കുന്നത്. എന്നാൽ ഏറ്റവും ആകർഷണമായിട്ടുള്ള മിലിറ്ററി നഴ്സിംഗ് 5 കോളേജുകളിലെ MNS പ്രോഗ്രാമിന് ജൂൺ അവസാനത്തെ ആഴ്ച joinIndianArmy.nic.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ ക്ഷണിക്കുകയും നീറ്റിൻ്റെ കട്ട് ഓഫിനനുസരിച്ച് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുകയും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ഇംഗ്ലീഷ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സ്കോളർ,
മെഡിക്കൽ ഫിറ്റ്നസ്, ഇൻ്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്യും. നീറ്റ് 2024 500 മുകളിലുള്ള കുട്ടികൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർ, അടുത്ത ചോദ്യം കീം ഫാർമസിയെക്കുറിച്ചാണ്. കേരളത്തിലെ ബിഫാമിൻ്റെ എക്സാം നമുക്കറിയാം ഏപ്രിൽ 24 മുതൽ ഓൺലൈനായിട്ട് നടക്കുകയുണ്ടായി. അതിൻ്റെ പേഴ്സൻറ്റേജ് സ്കോർ എല്ലാവരുടെയും വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ റാങ്ക് ലിസ്റ്റ് +2 മാർക്ക് പരിഗണിക്കുകയില്ല. +2-ന് 50% മാർക്ക് ഉണ്ടായാൽ മാത്രം മതി. +2-ൻ്റെ മാർക്ക് പരിഗണിക്കാതെ ബിഫാമിൻ്റെ എക്സാമിൽ ലഭിച്ച പേഴ്സൻറ്റേജ് സ്കോർ അനുസരിച്ച് മാത്രം റാങ്ക് ലിസ്റ്റ് ഉണ്ടാകുകയും കേരള ബിഫാം റാങ്ക് ലിസ്റ്റ് ജൂലൈ ആദ്യത്തെ ആഴ്ച കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്യും. കേരളത്തിലെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളുടെ കൂട്ടത്തിൽ തന്നെ ബിഫാം പ്രവേശനം നടക്കുകയും ഏതാണ്ട് 4000-4500 കേരള മെഡിക്കൽ റാങ്ക് വരെയുള്ളവർക്ക് കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളിൽ തന്നെ ബിഫാമിന് പ്രവേശനം ലഭിക്കുകയും ഏതാണ്ട് 20ഓളം ബിഫാം പ്രൈവറ്റ് കോളേജുകളുടെ മാനേജ്മെൻറ്റ് സീറ്റുകൾക്ക് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തന്നെ അനുസരിച്ച് കേരള എൻട്രൻസ് കമ്മീഷൻ പ്രവേശനം നടത്തുകയും ചെയ്യും. ബിഫാമിനും അതുപോലെ തന്നെ ഏതാണ്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 20,000-25,000 റാങ്ക് വരെയുള്ള എല്ലാവർക്കും തന്നെ കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ 1 ലക്ഷം രൂപ വാർഷിക ഫീസിൽ ബിഫാമിന് പ്രവേശനം ലഭിക്കുകയും ചെയ്യും. കേരളത്തിൻ്റെ ബിഫാം പരീക്ഷ കേരള എഞ്ചിനീയറിംഗ് എക്സാമിൻ്റെ കൂടെ നടന്ന ഏപ്രിൽ 24 മുതൽ നടന്ന കീം 2025 പരീക്ഷയിൽ നിന്ന് തന്നെയാണ് ബിഫാമിനും പ്രവേശനം ലഭിക്കുന്നത്. സർ, അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത് ESI കോളേജസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. നമുക്കറിയാം ESIക്ക് 11 കോളേജുകളാണ് നിലവിലുള്ളത്. നമ്മുടെ കൊല്ലം പാരിപ്പള്ളി, തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ, ചെന്നൈ, ബാംഗ്ലൂർ, ഗുൽബർഗ, ഹൈദരാബാദ്, കൊൽക്കത്ത, രാജസ്ഥാൻ, മാണ്ഡി അങ്ങനെ 11 കോളേജുകളാണ് ESI മെഡിക്കൽ കോളേജുകളായിട്ടുള്ളത്. അവിടുത്തെ 35% സീറ്റുകൾ 466 MBBS സീറ്റുകൾ 24,000 രൂപ വാർഷിക ഫീസിലും, ഗുൽബർഗയിലെ BDSന് 28 സീറ്റുകളും അതുപോലെ തന്നെ BSc നേഴ്സിംഗിന് ബാംഗ്ലൂർ ESI മെഡിക്കൽ കോളേജിലെ BSc നേഴ്സിംഗ് സീറ്റുകളുമാണ് നീറ്റ് 2025 ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് പ്രവേശനം ലഭിക്കുന്നത്. ഇതിന് mcc.nic.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഈ 11 ESI മെഡിക്കൽ കോളേജിലെ MBBS സീറ്റുകൾ, BDS സീറ്റുകൾ, BSc നേഴ്സിംഗ് സീറ്റുകൾക്ക് ഓപ്ഷനുകൾ കൊടുക്കാനുള്ള അർഹത ഉണ്ടാവുക. ഈ പറഞ്ഞ സീറ്റുകൾക്കെല്ലാം അർഹത ഉണ്ടാവണമെങ്കിൽ അച്ഛനോ അമ്മയോ പ്രൈവറ്റ് മേഖലയിൽ ജോലി ഉണ്ടാവുകയും ESI ഇൻഷേർഡ് പേഴ്സൺ ആവുകയും ചെയ്യണം. മെയ് 1 തീയതി മുതൽ ആരംഭിച്ച esic.nic.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുകയും ESI IP വാർഡ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരിട്ട് തന്നെ mcc.nic.in എന്ന വെബ്സൈറ്റിലൂടെ 10,000 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് ഈ പറഞ്ഞ കോഴ്സുകൾക്ക് ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാം. ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് 4 റൗണ്ടാണെന്ന് നമുക്കറിയാം. ഈ 4 റൗണ്ടുകളിലും ഒഴിവുള്ള വേക്കൻസികൾ ഫില്ല് ചെയ്യുകയും 2024 55,000 ഓൾ ഇന്ത്യ റാങ്ക് വരെയുള്ള ജനറൽ OBC EWS വിഭാഗത്തിന് ESI മെഡിക്കൽ കോളേജുകളിൽ 24,000 രൂപയ്ക്ക് MBBS സീറ്റിന് പ്രവേശനം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ESI IP വാർഡ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക, mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യുക. പ്രവേശനം ലഭിക്കുന്നവർ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ESI മെഡിക്കൽ കോളേജുകളിൽ നേരിട്ട് ചെന്ന് ചേരുക എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ. അപ്പോൾ നിരവധി കമൻറ്റുകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അതിന് കൃത്യമായ മറുപടിയുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പോൾ നിരവധി കമൻറ്റുകളുണ്ട്. അപ്പോൾ അതിനൊരു വലിയ തയ്യാറെടുപ്പിൻ്റെ ആവശ്യമുണ്ട്. വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാൻ ശിവൻ സാർ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക. വീണ്ടും കാണാം. നന്ദി. Brilliant Study Center, India's #1 coaching center for NEET and JEE.